ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത്, നമുക്ക് ഒരു വിഷമമുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞ് നമ്മളെ പരമാവധി വേദനിപ്പിച്ചു രസിക്കുന്ന ചില കൂട്ടരുണ്ട്. ഉദാഹരണമായിട്ട്, ഇപ്പം നമ്മുടെ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു താളപ്പിഴ ഉണ്ട് എന്ന് വിശ്വസിക്കുക. അതല്ലെങ്കിൽ നമ്മളുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ട് എന്ന് കരുതുക. നമ്മൾ മറ്റൊരു ബന്ധുവീട്ടിൽ പോകുമ്പോൾ നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഇപ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിൽ കൂടിയാണ് മുമ്പോട്ട് പോകുന്നതെന്നും അവർക്ക് നന്നായി അറിയാം. പക്ഷേ ഇവർ ഈ കാര്യം തന്നെ വളരെ സഹതാപ രൂപത്തിൽ നമ്മളോട് ചോദിച്ച് നമ്മളെ ഇങ്ങനെ വേദനിപ്പിച്ച് രസിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഇപ്പം നമുക്ക് ജോലിയില്ല, നമ്മൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ജോലിയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു വിഷമത്തിലിരിക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ ആളുകൾ എന്താ ചോദിക്കുന്നത്? ജോലിയൊന്നും ആയില്ലേ? അപ്പുറത്തെ വീട്ടിലെ ആ പയ്യന് ജോലിയായി, എന്ത് ചെയ്യും, എന്തൊരു കഷ്ടമാണ്, ഇങ്ങനെ പറഞ്ഞ്, അല്ലെങ്കിൽ മോനെ സാരമില്ല കിട്ടും, ഇങ്ങനെ ഒരു ആശ്വാസത്തിൻ്റെ വചനങ്ങളും ചിലർ പറയും. എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെയൊന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന് വേദനിപ്പിക്കുക എന്നതാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ഉദ്ദേശം. ഇങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട്. എനിക്കറിയാം, ചിലപ്പോൾ ചില കുട്ടികൾക്ക്, ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളതാണത്, ചില കുട്ടികളുടെ അച്ഛൻ മദ്യപാനിയായിരിക്കാം. അതിൻ്റെ പേരിൽ അവരൊരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. ഈ കുട്ടിയെ കാണുമ്പോൾ ഈ ബന്ധുക്കളൊക്കെ എന്ത് ചോദിക്കുമെന്നറിയാമോ? ഇപ്പോൾ അച്ഛൻ എങ്ങനെയുണ്ട്? ഇപ്പോൾ അച്ഛന് കള്ളുകൂടിയൊക്കെ കുറവാണോ, അതോ പഴയതുപോലാണോ? ഇങ്ങനെ ഒരു ചോദ്യം. എന്തിനാണ് ഇങ്ങനെ ചോദിച്ചാൽ കുട്ടിയെ വിഷമിപ്പിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ ആ വിഷമങ്ങളെ പറ്റി ഒരു സഹതാപത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ പോലും നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ പാപം ചെയ്യുന്നു. ഈ പാപത്തിൻ്റെ ഫലം നിങ്ങളുടെ തലമുറകളായിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ചാനൽ കാണുന്ന ആരും ഒരാളുടെ മുറിവിനെ വീണ്ടും വീണ്ടും ആ മുറിവിൽ കുത്തി വേദനിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. നമുക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വേദനകളുണ്ടെങ്കിൽ അവരോട് ആ വേദനയെപ്പറ്റി വീണ്ടും വീണ്ടും ഇതേ രൂപത്തിൽ ചോദിച്ച് അവരെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാം അറിയാം നമുക്ക്, എങ്കിലും ആ വിഷയം ഒന്ന് എടുത്തിടും. എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ഒരു ചർച്ച നടത്തും. ഒരു കാരണവശാലും അത് ചെയ്യരുത്. അവർ ആ വിധത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവരൊരു തീരാദുഃഖത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ, ആ തീരാദുഃഖത്തിലേക്ക് അവരെത്തിച്ചേർന്നത് അവരുടെ കഴിഞ്ഞ കാലത്തെ കർമ്മദോഷങ്ങൾ കാരണമാണ്. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ അവരാ ദുഃഖം അനുഭവിച്ച് ആ കർമ്മഫലം അനുഭവിച്ച് തീർക്കുന്നത്. നിങ്ങൾ അനാവശ്യമായി വീണ്ടും അവരുടെ മനസ്സിനെ കുത്തി വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പാപം നിങ്ങൾ ചെയ്യുകയും ഇന്ന് അവരനുഭവിക്കുന്ന ആ വേദന നാളെ നിങ്ങൾക്കോ നിങ്ങളുടെ തലമുറകൾക്കോ വന്നു ചേരുമെന്ന് വിചാരിക്കുക. ഉറപ്പാണ്, അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് മാധവം ചാനൽ കാണുന്ന ആരും തന്നെ മറ്റൊരാളുടെ ദുഃഖത്തിൽ നമുക്ക് വിഷമമുണ്ടാകാം. ആ വിഷമം നമ്മൾ മനസ്സിൽ വെച്ച് അവർക്കെന്തെങ്കിലും നന്മ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നന്മ ചെയ്യുക. ഭഗവാനോട് അവരുടെ ദുഃഖം കുറച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മളെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, നിസ്വാർത്ഥമായി. അതല്ലാതെ ആ വിഷയത്തെപ്പറ്റി ഒരു സഹതാപത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ പോലും അവരോട് ചോദിച്ച് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കരുത്. ആ വിഷയത്തെപ്പറ്റി അനാവശ്യമായി അവരുടെ മുമ്പിൽ വെച്ച് ചർച്ച ചെയ്യരുത്. അത് അവരുടെ മനസ്സിന് വല്ലാത്ത വേദനയുണ്ടാക്കും. പല ആളുകളും ജോലിക്ക് വേണ്ടി അലയുന്നുണ്ടാകാം. ജോലി കിട്ടാത്തതിൽ
മനസ്സ് നൊന്തിരിക്കുന്നവരായിരിക്കാം. അവരുടെ മുമ്പിൽ ചെന്ന് നമുക്ക് കൃത്യമായി അറിയാം അവർക്ക് ജോലിയൊന്നും ആയിട്ടില്ല എന്ന്. വീണ്ടും ചെന്നിട്ട് ചോദിക്കുകയാണ്, ജോലിയൊന്നും ആയില്ലേ? അങ്ങനെ ചോദിച്ച് അവരെ വിഷമിപ്പിക്കരുത്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ ആ ദുഃഖത്തെപ്പറ്റി അവരുടെ മുമ്പിൽ വെച്ചോ അതല്ലാതെ മാറിയിരുന്നോ ഒന്നും തന്നെ ചർച്ച ചെയ്യരുത്. നമുക്ക് എന്തെങ്കിലും സഹായങ്ങൾ ദുഃഖിച്ചിരിക്കുന്നവർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്തു കൊടുക്കുക. ഒരിക്കലും മുറിവിൽ മുളകു പുരട്ടി കൂടുതൽ വേദന അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. ഉണ്ടാക്കി കൊടുത്താൽ ഇന്ന് അവരനുഭവിക്കുന്ന ആ വേദന നാളെ നമ്മളിലേക്ക് എത്തിച്ചേരും എന്ന് ഓർക്കുക. ഒരിക്കലും നമ്മുടെ ചാനൽ കാണുന്നവരാരും തന്നെ അങ്ങനെ ചെയ്യരുത്. ഇന്നലെ വരെ നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ അത് ചെയ്യരുത്. ചെയ്താൽ മഹാപാപമാണ് ഫലം. അത് അടുത്ത തലമുറകളിലേക്കും കൂടി ആ പാപം നീണ്ടുപോകും. അതുപോലെ നമുക്ക് കൃത്യമായി ബോധ്യമില്ലാത്ത കാര്യം മറ്റൊരാളെ പറ്റി നമ്മൾ പറഞ്ഞാൽ അവൻ ചെയ്യുന്ന പാപം, അതായത് നമ്മൾ ആരെ പറ്റിയാണോ പറഞ്ഞത് അയാൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപം അയാളിൽ കുറയുകയും ആ പാപം നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതിനൊരു കഥയുണ്ട്. ഒരിക്കൽ പാക്കനാരും തൻ്റെ ഭാര്യയും കൂടി ഒരു വഴിയിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ബ്രാഹ്മണൻ എതിരെ വരുന്നു. പാക്കനാർ ഭാര്യയോട് പറഞ്ഞു, മാറി നിൽക്കൂ, അദ്ദേഹം കടന്നു പോകട്ടെ എന്ന്. അങ്ങനെ പാക്കനാരും ഭാര്യയും കൂടി മാറി നിന്നു, വഴിയിൽ ഒതുങ്ങി നിന്നു. എന്നിട്ട് പാക്കനാരുടെ ഭാര്യ പാക്കനാരോട് പറയുകയാണ്, ഈ ബ്രാഹ്മണനെ എന്തിനാണ് നമ്മൾ ബഹുമാനിക്കുന്നത്? ഇയാൾ സ്വന്തം മകളെ ഭാര്യയാക്കി വെച്ചിരിക്കുന്നവനാണ് എന്ന്. ഉടനെ പാക്കനാര് തലയിൽ കൈവച്ചിട്ട് പറയുകയാണ്, അവസാനത്തെ അട്ട നീ ഭക്ഷിച്ചു എന്ന്. അപ്പോൾ പാക്കനാരുടെ ഭാര്യ പാക്കനാരോട് ചോദിക്കുകയാണ്, എന്താണ് അവിടുന്ന് അങ്ങനെ പറഞ്ഞത്? ഉടനെ പാക്കനാർ ആ കഥ പറയുകയാണ്. ഈ ബ്രാഹ്മണൻ്റെ വീട്ടിൽ ഒരിക്കൽ ചോറ് വെച്ചപ്പോൾ ആ ചോറിൽ ഒരട്ട വീണു. ബ്രാഹ്മണൻ്റെ ഭാര്യ വന്നിട്ട് ബ്രാഹ്മണനോട് പറഞ്ഞു, ചോറിൽ അട്ട വീണു പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ചോറ് കളയട്ടെ എന്ന് ചോദിക്കുകയാണ്. ഉടനെ ഈ ബ്രാഹ്മണൻ പറയുകയാണ്, ഇത്രയും ചോറ് വെച്ചതല്ലേ, അട്ട വീണു എന്ന് കരുതി കളയാൻ പറ്റുമോ? അട്ടയെ എടുത്ത് മാറ്റിയിട്ട് ആ ചോറ് ജോലിക്കാർക്ക് കൊടുത്തുകൊള്ളുക, നമുക്ക് രണ്ടുപേർക്കുമുള്ളത് പ്രത്യേകം വേറെ വെക്കുക എന്ന് പറഞ്ഞു. ഈ ബ്രാഹ്മണൻ്റെ ഭാര്യ അതേപടി അനുസരിക്കുന്നു. ഈ ബ്രാഹ്മണൻ ഒരു വലിയ ചിത്രഗുപ്ത ഭക്തനായിരുന്നു. ചിത്രഗുപ്തൻ ആരാണ്? യമധർമ്മൻ്റെ മന്ത്രിയാണ്. അപ്പോൾ യമധർമ്മൻ ചിത്രഗുപ്തനോട് പറഞ്ഞു, ദേ അയാളൊരു തെറ്റ് ചെയ്തു, ആ പുസ്തകത്തിൽ എഴുതി വെച്ചോളൂ, മരണശേഷം ഇയാളെ കൊണ്ട് 10,000 അട്ടയെ തീറ്റിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ചിത്രഗുപ്തൻ കണക്ക് പുസ്തകത്തിൽ 10,000 അട്ട ഇയാൾ മരിച്ചു കഴിയുമ്പോൾ ഇയാളെ കൊണ്ടുവരുമ്പം ഇയാളെ കൊണ്ട് തീറ്റിക്കണം എന്ന് എഴുതി വെച്ചു. പക്ഷേ ഇയാൾ എന്നും, ഈ ബ്രാഹ്മണൻ എന്നും ചിത്രഗുപ്തനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ചിത്രഗുപ്തന് ഈ ബ്രാഹ്മണനോട് വലിയ സ്നേഹമാണ്. അങ്ങനെ ചിത്രഗുപ്തൻ അന്നത്തെ രാത്രി ഈ ബ്രാഹ്മണൻ്റെ സ്വപ്നത്തിൽ വരികയാണ്. എന്നിട്ട് ബ്രാഹ്മണനോട് പറയുന്നു, നിങ്ങൾ ഇന്ന് ചെയ്ത കാര്യം വളരെ തെറ്റാണ്, അതിൻ്റെ ഫലമായി താങ്കൾ മരിച്ചു വന്നു കഴിയുമ്പം 10,000 അട്ടയെ അവിടെ നിന്ന് ഭക്ഷിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ചിത്രഗുപ്തനോട് ഈ ബ്രാഹ്മണൻ സ്വപ്നത്തിലാണ് ചോദിക്കുന്നത്, എന്താണ് ഇതിനൊരു പരിഹാരമെന്ന്. ചിത്രഗുപ്തൻ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നു. അതായത് തന്നെ ആരെങ്കിലും അപവാദം പറയുകയാണെങ്കിൽ താൻ ചെയ്ത ഈ പാപത്തിൻ്റെ ഫലം തന്നെ ആരൊക്കെയാണോ ഇല്ലാവചനം പറയുന്നത്, തന്നെപ്പറ്റി ഇല്ലാവചനം പറയുന്നത്, ഈ അട്ട 10,000 അട്ട അവർക്കൊക്കെ വീതിച്ചു പൊക്കോളുമെന്ന്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ബ്രാഹ്മണൻ തൻ്റെ മകളെ കൊണ്ട് തൻ്റെ ചില ശുശ്രൂഷകളൊക്കെ ചെയ്യിപ്പിക്കുക. അതായത് തൻ്റെ തുണി നനപ്പിക്കുക, അതുപോലെ ആഹാരം വിളമ്പി തരിയിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പഴയ കാലത്ത് ഭാര്യമാർ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അത് കണ്ടിട്ട് ചില പരിചാരകരൊക്കെ അടക്കം പറഞ്ഞു, ഇയാൾ എന്താണ് മകളെ കൊണ്ട് ഇമാതിരിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്, ഇനി മകളോട് ഇയാൾക്ക് അനാവശ്യമായ മോഹം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഈ കാര്യം പറഞ്ഞ് ഈ ബ്രാഹ്മണൻ മകളെ ഭാര്യയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലായി കഥ.
ആ കഥയാണ് ഇവിടെ പാക്കനാറുടെ ഭാര്യയും പറഞ്ഞത്. അപ്പോൾ ഒരു മലങ്കൂന പോലെ ഉണ്ടായിരുന്ന 10,000 അട്ട ഈ ഇല്ലാവചനം പറഞ്ഞവരൊക്കെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ കണക്ക് പുസ്തകത്തിലേക്ക് ഈ അട്ടയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ബ്രാഹ്മണൻ്റെ പാപം ഒഴിഞ്ഞു പോകുന്നു. ഇതൊരു പക്ഷേ ഈ ബ്രാഹ്മണൻ്റെ കുറ്റബോധത്തിൽ നിന്നും ബ്രാഹ്മണന് തോന്നിയ കാര്യമായിരിക്കാം. കാരണം നമ്മളായാലും അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം നമ്മുടെ മനസ്സിനെ ഈ കാര്യം എന്തു ചെയ്യും, ഇങ്ങനെ അലട്ടും. അങ്ങനെ ഈ ബ്രാഹ്മണനെ അലട്ടിയതിൻ്റെ ഫലമായി ബ്രാഹ്മണൻ ഇങ്ങനെ ചെയ്തതാകാം, അതല്ലെങ്കിൽ ചിത്രഗുപ്തൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാകാം. ഇതൊക്കെ ആ ബ്രാഹ്മണൻ്റെ മനസ്സിലെ തോന്നലുകളാണ്. എന്തു തന്നെയായാലും ഈ ബ്രാഹ്മണൻ ചെയ്ത തെറ്റ്, ആ തെറ്റിൻ്റെ ഫലം ഇല്ലാവചനം പറഞ്ഞവരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരും തന്നെ നമുക്ക് വ്യക്തമായി അറിയാത്ത കാര്യങ്ങളെപ്പറ്റി, അതായത് അപ്പുറത്തെ വീട്ടിലെ സുശീല പറഞ്ഞു, എൻ്റെ ഭർത്താവ് വന്നപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് ഒരാൾ പോലും മറ്റൊരാളെ പറ്റി ഇല്ലാവചനം പറയരുത്. പറഞ്ഞാൽ ഇനി അവർ അത് ചെയ്തിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റുകൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇല്ലാവചനം പറഞ്ഞു പരത്തിയാൽ അവരുടെ പാപം കുറയുകയും നമ്മുടെ പാപം വർദ്ധിക്കുകയും ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇനി ആരെങ്കിലും നമ്മളോട് ഈ വിധം പെരുമാറുകയാണെങ്കിൽ നമ്മൾ സന്തോഷിച്ചു കൊള്ളുക. കാരണം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം കുറയുകയാണ് എന്ന് കരുതി സമാധാനിക്കുക. ആ പാപങ്ങളെല്ലാം ആരിലേക്ക് എത്തിക്കൊള്ളും? നമ്മളെപ്പറ്റി ഇല്ലാവചനം പറയുകയും നമ്മളുടെ കുറവുകളെപ്പറ്റി നമ്മളോട് ചോദിച്ച് നമ്മളെ വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അത് അനുഭവിച്ചു കൊള്ളും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചാൽ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കരുത്, സന്തോഷിക്കുക. കാരണം നമ്മുടെ പാപം കുറയുകയും അവരുടെ പാപം വർദ്ധിക്കുകയും ചെയ്യുന്നുവെന്ന് ഓർക്കുക. എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് സമാധാനത്തോടു കൂടി നമ്മുടെ കർമ്മം അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.